ഒരു കറണ്ട് സിനാരിയോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇറാനിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്, ഡെഡ് ലൈൻ 8 PM. പക്ഷെ അതേ സാഹചര്യത്തിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തുമോ എന്നുള്ള തരത്തിൽ പലർക്കും ഡൗട്ടുണ്ട്. ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, നടത്തും എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലല്ല, വൻ തോതിൽ തന്നെ നടത്തും. അതിനുള്ള സന്നാഹങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് 7-ാം തീയതി രാവിലെ മുതൽ തന്നെ ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇന്നൊരു മുന്നറിയിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് 9 മണിക്ക് ഇറാനിയൻ ടൈം 9 മണിക്ക് നിങ്ങളുടെ റെയിൽവേ ട്രാക്കുകൾ, അതേപോലെ റെയിൽവേ സ്റ്റേഷൻസ്, അതേപോലെ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇറാന്റെ ഉള്ളിൽ റെയിൻ കണക്ടിവിറ്റി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഈ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇറാൻ ഒരു ചർച്ചയും നടത്തുന്നില്ല. ഇറാൻ ഒരു പക്ഷേ ഈ ആക്രമണങ്ങളിൽ നല്ല രീതിയിലുള്ള പേടിയും അതെല്ലാം ഉണ്ടാവും, പക്ഷേ അവരത് പുറത്ത് കാണിക്കുന്നില്ല. അതിനു പകരം ഇതിനു മുമ്പ് ഇതേപോലത്തെ ഭീഷണികൾ പലതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ IRGC മെമ്പേഴ്സ് എല്ലാം തന്നെ, IRGC ലീഡേഴ്സ്, നേതൃത്വ നിരയിലുള്ള ഇപ്പോഴത്തെ ശില്പന്തികളെല്ലാം തന്നെ ഞങ്ങൾ ബങ്കറിനുള്ളിൽ സേഫാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നടത്തിക്കോ. ഇറാനിൽ നിങ്ങൾ ബോംബിട്ടിട്ട് പോകുന്നെങ്കിൽ ഇറാനിയൻ ജനങ്ങളായിരിക്കും, പൊതുജനങ്ങളായിരിക്കും കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ സേഫായിട്ട് ബങ്കറിനുള്ളിൽ പോകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ പോയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇറാനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഇറാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് 2 മാർഗവും ഡിപ്ലോമാറ്റിക് ചാനൽ ഞങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക് ചാനൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം വെല്ലുവിളി ഉയർത്തിയ അമേരിക്കയ്ക്ക് ആക്രമണം നടത്തിയേ പറ്റൂ. എന്നാൽ ഈ ആക്രമണം ട്രംപ് പറഞ്ഞതുപോലെ അത്ര ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം തന്നെ നടത്തണം. അതിൽ കുറഞ്ഞ ഗ്രേഡ് കുറഞ്ഞ ആക്രമണങ്ങളൊന്നും തന്നെ നടത്താൻ പറ്റില്ല. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ട്രംപ് പ്രഖ്യാപിച്ച ഡെഡ് ലൈൻ ടൈം എത്തുന്നത് വരെ ആരുമായിട്ടും ഒരു ചർച്ചയും ഇല്ല എന്ന് പറഞ്ഞിട്ട് കഥ അടച്ചിട്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ, അമേരിക്ക, നിങ്ങൾ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്കൊന്നും ആക്രമണങ്ങൾ നടത്തരുത്. ഒരു രാജ്യത്തിന്റെ റെയിൽവേ നെറ്റ്വർക്ക് ഒക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ പുതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തരുത് എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുന്നതിനെതിരെ ഇമ്മാനുവൽ മാക്രോൺ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നോഹേ, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അത് ഇറാൻ തുരിതര യുദ്ധം തുടങ്ങിയ ദിവസം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കാരണം അവരുടെ കയ്യിൽ ഇസ്രായേലിനെ പോലെയോ അമേരിക്കയെ പോലെയോ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം നടത്താനുള്ള ശേഷിയില്ല. അപ്പൊ അതുകൊണ്ട് അവർ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ടാർഗറ്റ് ഇല്ല. അതിന് ടാർഗറ്റ് ഇല്ല, അതിന് ലക്ഷ്യമില്ല, അത് ലക്ഷ്യബോധമില്ലാതെ അത് പല സ്ഥലങ്ങളിലും വന്ന് ചിതറി വീഴും. അപ്പൊ അതുകൊണ്ട് ഇൻഡയറക്ട്ലി അവർ മീൻ ചെയ്യുന്നത് സിവിലിയൻസിനെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്ലസ്റ്റർ ബോംബ്. ഈ ക്ലസ്റ്റർ ടാർഗറ്റ് ഉപയോഗിക്കരുതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇമ്മാനുവൽ മാക്രോൺ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇറാനെതിരെ. പിന്നെ എന്ത് തരത്തിലുള്ള മീഡിയേഷന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ശ്രമിക്കുന്നത്? പക്ഷെ അതേസമയം ഇറാന്റെ ഉള്ളിലേക്ക് അവസാനത്തെ താക്കീത് കൊടുത്ത് നെക്ക് പോയിന്റിൽ ഇറാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇമ്മാനുവൽ മാക്രോൺ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മളിവിടെ നോക്കിക്കാണേണ്ടത്. ഇമ്മാനുവൽ മാക്രോൺ, ഇറാൻ, ഹെസ്ബുള്ള, ലെബനാൻ, ഈ ബന്ധങ്ങൾ വളരെ വളരെ വലുതാണ്. ഇത് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഇമ്മാനുവൽ മാക്രോന്റെ പ്രസക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്, ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ സനെ തകേഷി അവർ പറഞ്ഞിരിക്കുന്നത് ഞാനും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതായത് ഇറാനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള അവസാനത്തെ ആക്രമണങ്ങൾ നടത്തുന്നതിന് മുമ്പ്, അഗ്രസീവായിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിന് മുമ്പ് എന്നുള്ള ഒരു ശ്രമം സനെ തകേഷിയും നടത്തുന്നുണ്ട്. അതൊരു സൈഡിൽ. പാകിസ്ഥാൻ ഒരു സൈഡിൽ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് ആരാണ്, എവിടെ നിന്നാണ്, IRGCയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തറിയാൻ കഴിയാത്ത വിധത്തിലാണ് പാകിസ്ഥാൻ അവരുടെ സൈഡിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ബ്ലണ്ട് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇനി അമേരിക്കയുടെ റെഡിനെസ് അതൊന്ന് നോക്കിയേക്കാം. അമേരിക്കയുടെ റെഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക മെഡിറ്ററേനിയൻ ഓഷനിൽ, ഈസ്റ്റേൺ മെഡിറ്ററേനിയനിൽ, അതേപോലെ തന്നെ അറേബ്യൻ ഓഷനിലെല്ലാം തന്നെ ഇറാനെ വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ പൊസിഷൻസ് ഒക്കെ ഒന്ന് നോക്കി പോവാം. USS ജെറാൾഡ് R. ഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പ് എയർക്രാഫ്റ്റ് കരിയർ, ഇത് CVN 78 ക്ലാസ് എയർക്രാഫ്റ്റ് കരിയർ ആണ്. ഇത് ഈസ്റ്റ് മെഡിറ്ററേനിയനിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരാഴ്ച ഗ്രീസിലായിരുന്നു. സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് മൂവ് ചെയ്തിരിക്കുകയാണ്. USS അബ്രഹാം ലിങ്കൻ CVN 72 കാറ്റഗറിയിൽ വരുന്നത്, അതായത് ഒരു സഞ്ചരിക്കുന്ന US ഫുൾ എയർബേസ് എന്ന് തന്നെ പറയാം.
അത്തരത്തിലുള്ള USS അബ്രഹാം ലിങ്കൻ അറേബ്യൻ സീയിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. റെഡി ടു അറ്റാക്ക് ഒഫൻസീവ് മോഡാണ്. USS ട്രിപ്പോളി 2500 മെറൈൻ ട്രൂപ്സ് അസാൾട്ട് ഗ്രൂപ്പുമായിട്ട് ഇതും അറേബ്യൻ സീയിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. USS ജോർജ് HW ബുഷ് CBN 77 കാറ്റഗറിയിൽ വരുന്ന കാരിയറാണ്. ഇതും ഈസ്റ്റേൺ മെഡിറ്ററേനിയനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ USS ബോക്സർ 2500 ട്രൂപ്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് കൂടാതെ 6 B-52H കാറ്റഗറിയിൽ വരുന്ന ബോമേഴ്സ് ഉണ്ട്. പിന്നെ B-1 ബോമർ അൺഡിസ്ക്ലോസ്ഡ് നമ്പേഴ്സ്, അതായത് എത്ര എണ്ണമാണ് B-1 ബോമേഴ്സ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എൻ നമ്പർ ഓഫ് B-1 കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ആവറേജ് ആയിട്ട് പറയപ്പെടുന്നത് ഒരു 23 എണ്ണം. അവർ 23 എണ്ണം ഒരു സിംഗിൾ ഓപ്പറേഷനിൽ എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. UK ബേസിലാണ് B-1 ബോമർ നിർത്തിവെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ റെഡി ടു അറ്റാക്ക് ഒഫൻസീവ് മോഡലാണ്. ഇതെല്ലാം റെഡി പൊസിഷനിലാണ് ഉള്ളത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഡോറൊക്കെ അടച്ച് വാതിലൊക്കെ അടച്ച് പൂട്ടിയിട്ട് വളരെ കൂൾ മൈൻഡിൽ ഇരിക്കുകയാണ്. ഈ അടിക്കുന്നെങ്കിൽ അടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അവരിപ്പോഴും അവരുടെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 പോയിന്റുകൾ എന്തോ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നൊക്കെ പല വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കൺഫേം ആയിട്ടുള്ള വാർത്തകളല്ല. ഇറാൻ അവസാനമായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 14 മില്യൺ ഇറാനിയൻസ് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പൊതുജനങ്ങളെ അവർ സാക്രിഫൈസ് ചെയ്തെങ്കിലും IRGC എന്ന് പറഞ്ഞ ഒരു മതഭരണകൂടം രക്ഷപ്പെടുത്താനും ആ ഭരണകൂടത്തിനെ നിലനിർത്താനും വേണ്ടിയിട്ട് IRGC ഏത് അറ്റം വരെയും പോകും. അത് തന്നെയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലുപരിയായിട്ട് കോം എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിൽ മുജ്തബ ഖൊമേനി അൺകോൺഷ്യസ് അവസ്ഥയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്രായേൽ കോം കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ ഷിറാസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ, ഈ ഷിറാസ് മലനിരകളിൽ നിന്നും ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കണ്ടെത്തൽ. അതിനെ തുടർന്നാണ് ഷിറാസ് കേന്ദ്രീകരിച്ച് അവിടുത്തെ ഇറാന്റെ ഉള്ളിൽ തെഹ്റാൻ, കരച്ച്, കഷാൻ, അതുപോലെ കോം, ഈ 4 നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ഇന്ന് ഡേ ടൈം മൊത്തത്തിൽ 7-ാം തീയതി മൊത്തത്തിൽ അറ്റാക്ക് നടത്തിയത്. അവിടുത്തെ മിസൈൽ സ്റ്റോറേജ് യൂണിറ്റുകൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയതായിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ഷിറാസ് മലനിരകളിൽ ഇനി എത്രത്തോളമാണ് മിസൈൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഇനിയും ഒരു 1000-ത്തിലധികം മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലും ഇസ്രായേൽ വ്യാപകമായി നടത്തുന്നത് ഇറാന്റെ ഉള്ളിൽ. അതേസമയം പാരലായിട്ട് ലെബനന്റെ ഉള്ളിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇനിവേ ലെബനാൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ലെബനന്റെ ഉള്ളിൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാനിപ്പോൾ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക്, സെൻട്രൽ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക്, അതേപോലെ സദൻ ഇസ്രായേലിന്റെ ഭാഗത്തേക്കൊക്കെ ഇറാന്റെ ക്ലസ്റ്റർ മിസൈലുകൾ വന്ന് പതിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഇസ്രായേലിന്റെ ഉള്ളിൽ ഇഞ്ചുറി ഒന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്മാൻഡ്ലിംഗ് സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കിരിയത്ത് ഷിമോന ഭാഗത്ത്. അതിന്റെ ഫുട്ടേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. אלי, בטח שמעתם את זה. אמא, אני גרה פה, אני גרה כאן. איפה את גרה? אמרתי לאפרת זה פה. നെതന്യാഹു തന്നെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. നെതന്യാഹു പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ അവരുടെ കാർഗോ എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്റേഴ്സ്, അതേപോലെ തന്നെ മിസൈൽ ഡിപ്പോ, അവരുടെ വെപ്പൺസ് ആൻഡ് വെപ്പൺ സ്റ്റോറേജസ് മൊത്തത്തിൽ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് നെതന്യാഹു തന്നെ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല. അമേരിക്ക അവിടെ എന്തും കാണിച്ചോട്ടെ, അമേരിക്കയുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, ഇസ്രായേലിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ് നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇറാൻ വളരെ ബോൾഡായിട്ട് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റിനെ അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, അതാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇറാന്റെ ഉള്ളിൽ പേടിയുണ്ടാവും, ഇല്ലാതില്ല, പക്ഷെ അവരത് പുറത്ത് കാണിക്കാൻ തയ്യാറല്ല. അതേസമയം ഓക്കെ, നിന്റെ മാക്സിമം ആ ഒരു അറ്റാക്കിംഗ് പവർ എന്താണെന്നുള്ളത് നീ കാണിച്ചോ, അതും കൂടി ഞങ്ങളൊന്ന് കണ്ടേക്കാം എന്നുള്ള തരത്തിലാണ് അവർ അമേരിക്കയെ തന്നെ മോക്ക് ചെയ്തുകൊണ്ട്, അമേരിക്കയെ കളിയാക്കിക്കൊണ്ടാണ് അവർ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഈ അമേരിക്കയെ എങ്ങനെയാണ് അവർ കളിയാക്കുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാനിവിടെ പറയാം. സിംബാബ്വേയിലുള്ള ഇറാനിയൻ എംബസി പറഞ്ഞിരിക്കുകയാണ്, ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 8 PM ഞാൻ നിങ്ങളെ ബ്ലോ അപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 8 PM അതിന് സിംബാബ്വേയിൽ പ്രവർത്തിക്കുന്ന ഇറാൻ എംബസി അതിനൊരു കമന്റ് ഇട്ടിരിക്കുകയാണ്. എന്താണ് കമന്റ്? ട്രംപ് 8 മണി അത്ര നല്ല സമയമല്ല, സമയം ശരിയല്ല, നമുക്കൊരു 2 AM 1 AM ഒക്കെ ആക്കിയാലോ, രാത്രി മിഡ് നൈറ്റ്, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ടൈം
എന്നുള്ള തരത്തിലുള്ള ഉപദേശം കൊടുക്കുന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ട് ട്രംപിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള റെസ്പോൺസ് ആണ് ഇറാന്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഇറാന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ അംബാസിഡർമാർ ഇതേ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കീഴടങ്ങാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അതുപോലെ ഇസ്രായേൽ ഇന്ന് നിർണായകമായിട്ടുള്ള 2 ആക്രമണങ്ങൾ, ഒന്ന് സൗത്ത് പാർ എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് സ്റ്റേഷൻ, അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാർച്ചിൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത്, പാർച്ചിൻ എന്ന് പറയുന്ന അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി ഉള്ള സ്ഥലമാണ്, ആ ഏരിയയിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ പാർച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയതായിട്ടാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ മേഖലകൾ, അതേപോലെ തന്നെ ആ രാജ്യത്തിന്റെ എക്കണോമിക് സോഴ്സ് എല്ലാം തന്നെ തകർക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട വിട്ടുപോയ ഹെഡ് ക്വാർട്ടേഴ്സുകൾ, അതേപോലെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസുകൾ, IRGCയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥാപനങ്ങൾ, ഇന്റലിജൻസ് ഓഫീസുകൾ, അവരുടെ രഹസ്യ കേന്ദ്രങ്ങൾ, മൊസാദിന്റെ ഇൻഫർമേഷൻ ത്രൂ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഡിലേഡ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ വെരിഫൈ ചെയ്തുകൊണ്ടുള്ള അറ്റാക്കുകൾ, IRGC സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കുകളൊക്കെ ഇസ്രായേൽ നടത്തി പോകുന്നുണ്ട്. അതേസമയം ഇസ്രായേലിനുള്ളിലേക്ക് 1-2 മിസൈലുകളൊക്കെ ഇങ്ങനെ പണ്ടത്തെ പോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാക്സിമം ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ 1-2 പതിക്കുന്നുണ്ട്. കാഷ്വാലിറ്റിയും വളരെ കുറവാണ് ഇസ്രായേലിനുള്ളിൽ കമ്പാരിറ്റീവ്ലി. പക്ഷേ അതേസമയം ഇറാനുണ്ടായിരിക്കുന്നത് വൻ നഷ്ടം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഒബ്വിയസ്ലി യുദ്ധം നടത്തുമ്പോൾ അമേരിക്കയ്ക്കും നഷ്ടം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇതിൽ ഖത്തറിന്റെ ഫോറിൻ മിനിസ്റ്ററുടെ സൈഡിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് യുദ്ധത്തിൽ ആരും വിജയികളല്ല, നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എക്സ്പാൻഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനകത്ത് നഷ്ടക്കണക്കുകൾ മാത്രമേ ഉള്ളൂ. വളരെ ശരിയായ കാര്യമാണ്. നമ്മളിങ്ങനെ ഇപ്പം നിലവിൽ യുദ്ധം എസ്കലേറ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ബിയോണ്ട് അവർ കൺട്രോൾ, ഖത്തറിന് പോലും മീഡിയേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കൺട്രോളിൽ പോലും ഈ യുദ്ധം നിൽക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഖത്തറിന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ഖത്തറൊക്കെ തീവ്രവാദത്തിന് ഫണ്ട് കൊടുത്ത് ഇവരെയൊക്കെ പരിപോഷിപ്പിക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇസ്രായേൽ തലങ്ങ് വിലങ്ങ് ഇറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ ഇതാണ് സ്ഥിതിഗതികൾ. തീർച്ചയായിട്ടും റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് വരും. നിങ്ങൾ അത് കേട്ടോണ്ട് വലിയ രീതിയിൽ ഗൂസ്പം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും അമേരിക്ക റെഡി പൊസിഷനിലാണ് ഉള്ളത്. ലാസ്റ്റ് മൊമെന്റ് നെഗോസിയേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല രാജ്യങ്ങളും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരെ ഒരു പ്രഷർ പോളിസി ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ള സാഹചര്യം ഉള്ളപ്പോഴാണ് ആക്രമണത്തിലേക്ക് അത് മാറുന്നത്. അപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആക്രമണം 100% നടക്കും. അത് എത്രമാത്രം ഹെവി ആയിട്ട് നടക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കിയിരിക്കുന്നത്. അത് എത്രമാത്രം ഹെവി ആയിട്ടാണ് അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. So you asked about Karg Island. My understanding, having talked to Pete and General Kane about this, is that we were going to strike some military targets on Karg Island. I believe we have done so. The president's deadline has been followed by us and everybody else, and he said very clearly, we're not going to strike energy and infrastructure targets until the Iranians either make a proposal that we can get behind or don't make a proposal, but he's given them until Tuesday at 8 o'clock. So I don't think the news in Karg Island represents a change in strategy or represents any change from the President of the United States. He continues to say the deadline is 8 o'clock. And the deadline is for what? Fundamentally, what Iran is trying to do, because they've been defeated militarily, is they're trying to extract as much economic pain on the world as possible. And the President of the United States is a man who recognizes leverage, that if the Iranians want to exact a certain amount of pain, the United States has the ability to exact much, much greater pain. The President doesn't want to do that. I don't want to do that. That's why we're negotiating so aggressively. But fundamentally, the ball is in the Iranians' court. Now, I think the President has talked about this. One thing I will say is that the Iranians were not the fastest negotiators before the war started, and they are certainly not the fastest negotiators now. So we recognize there's some delay sometimes in transmitting messages from one person to another, but we feel confident that we can get a response, whether it's positive or negative. We're going to get a response from the Iranians by 8 o'clock tonight. I hope they make the right response, because what we really want is we want a world where oil and gas is flowing freely, where people can afford to heat their homes and cool their homes, where people can afford to transport themselves to work. That's not going to happen if the Iranians are engaged in acts of economic terrorism. So they've got to know we've got tools in our toolkit that we so far haven't decided to use. The President of the United States can decide to use them, and he will decide to use them if the Iranians don't change their course of conduct. ഇറാൻ തന്നെ വളരെ കൂളായിട്ടാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. കൂൾ ബേബി കൂൾ എന്നാണ് ഇറാൻ തന്നെ ട്രംപിന്റെ ഈ ഭീഷണിക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അടുത്ത അപ്ഡേറ്റ്സിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.